കടവല്ലൂരിലെ പുരാണ ഇതിഹാസങ്ങളിലും അതുപോലെ തന്നെ ഗതകാലങ്ങളിലൊക്കെ ഒരു വലിയൊരു പാരമ്പര്യമുള്ള നമ്മൾ പറയാറുണ്ട് കടവല്ലൂർ അന്യോന്യം എന്ന് തന്നെ പറയാറുണ്ട്. ഋഗ്വേദത്തെ കൃത്യമായി പാരായണം ചെയ്യുന്ന അക്ഷരാഭ്യാസങ്ങൾ നേടിയെടുത്ത വൈദിക പഠനത്തിന്റെ പേരുകേട്ട ഒരു സ്ഥലം കൂടിയാണ് ഈ ശ്രീ രാമസ്വാമി ക്ഷേത്രം അടക്കമുള്ള ഇവിടുത്തെ പരിസരങ്ങൾ. അഥവാ വേദങ്ങള്, ഉപനിഷത്തുകള്, ഇതിഹാസങ്ങള്, ചിന്തകള്, ഋഷിമാരുടെ, ബുദ്ധിജീവികളുടെ വിരക്തി നിർഭരമായ ജീവിതത്തിന്റെ ദർശനങ്ങൾ, അത് കണ്ടും കേട്ടും ഉറങ്ങിക്കിടക്കുന്ന ചരിത്രത്തിന്റെ പഥങ്ങളിൽ വലിയ സ്ഥാനം അലങ്കരിച്ച കടവല്ലൂർ. മലയാളി എവിടെ ചെന്നാലും കടവല്ലൂരുകാരനാണെന്ന് ചോദിക്കുമ്പോൾ തിരിച്ചുള്ള ഒരു പ്രബുദ്ധ മലയാളിയാണെങ്കിൽ ട്രെയിനിൽ വെച്ചാകട്ടെ, ബസ്സിൽ വെച്ചാകട്ടെ, അയാളുടെ പുറത്തുള്ളൊരു ചോദ്യം, അന്യോന്യം നടക്കുന്ന കടവല്ലൂരാണോ? അപ്പൊ കടവല്ലൂർ അന്യോന്യം എന്ന് പറയുന്നത് ചിരപുരാതന കാലം മുതൽ മലയാളി കേട്ടും കണ്ടും ശീലിച്ച വേദങ്ങളുടെ പാരായണ വിദ്യകളെയും അതിന്റെ പാരായണ നിയമങ്ങളെയും അതിന്റെ തത്വദീക്ഷയോടുകൂടെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പാരമ്പര്യമുള്ള ഒരു മണ്ണാണ്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പുരാണങ്ങളുടെ വേരോട്ടുണ്ടായിട്ടുണ്ട്, ഒരുപാട് ചിന്തകളുടെ വേരോട്ടുണ്ടായിട്ടുണ്ട്. ആ ചിന്തകളുടെ ഇടയിൽ നിന്ന് സകല ധാരകളെയും, ഈ ഇഴപിരിഞ്ഞു പോകുന്ന എല്ലാ ധാരകളും ഒരു സമുദ്രത്തിൽ പോയിട്ട് മനോജ്ഞമായിട്ട് ഇങ്ങനെ സംഗമിക്കുമ്പോ ആ മനുഷ്യത്വത്തിന്റെ ഉന്മീലിതമാകുന്ന പുഷ്പദളങ്ങളെ നമ്മളിങ്ങനെ അറിയാതെ കാണുകയാണ്. പണ്ടൊരു ഗുരു അദ്ദേഹം താപസനാകാൻ വേണ്ടി തപസ്സനുഷ്ഠിക്കാൻ വനമേഖലയിലേക്ക് പോവാൻ നമ്മൾ സൂഫികളെ പറ്റി പറയാറുണ്ട്. സുഹൃദിന് വേണ്ടി കടന്നു പോകുന്ന ഒരു സൂഫി, തപസ്സിന് വേണ്ടി കടന്നു പോകുന്ന ഒരു സന്യാസി. സന്യാസം എന്ന് പറയുന്നത് തന്നെ വിരക്തി എന്നാണ്. അപ്പൊ വിരക്തി, ലോകത്തെ ഈ കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന കാഴ്ചകളിൽ ഞാൻ അനുരക്തനാകാൻ പാടില്ല, ഞാൻ ഇതിലൊന്നും പെടാൻ പാടില്ല, അതുകൊണ്ട് എനിക്ക് ദുനിയാവിനോടൊരു ബന്ധമൊന്നും ഉണ്ടാകാൻ പാടില്ല, ഞാൻ ദൈവികമായ ബന്ധങ്ങളിലേക്ക്, ഞാൻ ആത്മീയമായ ഒരു ലോകത്തേക്ക് നടന്നു പോവുകയാണ് എന്ന് ചിന്തിക്കുന്നവരാണ് ഈ സുഹൃദിന് വേണ്ടി തസവുഫിന്റെ മാർഗത്തിൽ വനപ്രദേശങ്ങളെ തേടിയിട്ട് കാട്, അതുപോലെ തന്നെ പർവ്വതം